الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ആധുനിക സമ്പദ്ഘടനയുടെ തകർച്ചയെക്കുറിച്ചും അതിനുള്ള കാരണങ്ങളെക്കുറിച്ചുമാണ് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. മുതലാളിത്ത സമ്പദ്ഘടനയുടെ അല്ലെങ്കിൽ ആധുനിക സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ ഉൽപ്പന്നമെന്ത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ ഉൽപ്പന്നം? നമ്മുടെ സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ ഉൽപ്പന്നം കടമാണ്. ലോൺ എന്നും വായ്പ എന്നും നാം ഓമനപ്പേരിട്ട് വിളിക്കുന്ന കടമാണ് ആധുനിക സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത്. നമ്മുടേതുപോലുള്ള പട്ടണങ്ങളുടെ ചേരിപ്രദേശങ്ങളിൽ 100 രൂപയായും 200 രൂപയായും 1000 രൂപയായും 2000 രൂപയായും വ്യക്തികൾ നൽകുന്ന കടങ്ങൾ ഒരുപക്ഷേ നമ്മുടെ നാട്ടിൽ
അണ്ണാച്ചിക്കടം എന്ന പേരിൽ അറിയപ്പെടുന്ന കടങ്ങൾ മുതൽ ലോകത്തിലെ വൻ കമ്പനികൾക്കും രാഷ്ട്രങ്ങൾക്കും നൽകപ്പെടുന്ന വമ്പൻ കടങ്ങൾ ഉൾപ്പെടെയുള്ള കടങ്ങളാണ് ആധുനിക സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഈ കടങ്ങൾ മനുഷ്യന്റെ സന്മനസ്സിന്റെയും ഉദാരതയുടെയും സന്തതിയായി പിറന്നു വീഴുന്ന കടങ്ങളല്ല. മറിച്ച് ഈ കടങ്ങൾ പലിശയോടൊപ്പം പിറന്നു വീഴുന്ന പലിശയുടെ കൂടപ്പിറപ്പാണ്. കടം നൽകുന്നതിനെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാമിൽ എന്തൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ ആ നല്ല വാക്കുകൾ ഒന്നും തന്നെ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്ന കടങ്ങളെക്കുറിച്ച് പറയാൻ കൊള്ളുന്നവയല്ല. ഈ കടങ്ങൾ നമ്മുടെ സമ്പദ്ഘടനയെ ഊതി വീർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊള്ളയായ ഒരു സമ്പദ്ഘടനയെയാണ് കടങ്ങൾ നിലനിർത്തുന്നത്. ഒരു ചെറിയ ആഘാതമുണ്ടായാൽ മതി ഊതിവീർപ്പിക്കപ്പെട്ട ബലൂണിന് സൂചി കൊണ്ട് കുത്തിയാലെന്ന വണ്ണം ആ സമ്പദ്ഘടന കാറ്റൊഴിഞ്ഞു പോകും, ശൂന്യമായി തീരും. ഇതാണ് ഈ കടം കൊണ്ട് നിലനിൽക്കുന്ന സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ ദുരന്തം. രണ്ടാമതായി, ഈ കടങ്ങളെല്ലാം തന്നെ കാണാച്ചരടുകളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. പഴയകാലത്ത് മുതലാളിമാരും ജമ്മിമാരും അവരുടെ വീടുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, കൃഷിയിടങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാർക്കും കർഷകർക്കും കടങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. കടം കൊടുക്കുക എന്നത് എന്നും അവരുടെ അടിമത്തത്തെ നിലനിർത്തുവാനുള്ള ഒരു മാധ്യമമായിട്ടായിരുന്നു അന്നും അവർ കണ്ടിരുന്നത്. ചിലപ്പോഴൊക്കെ അവരുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഏതാനും തുണ്ട് ഭൂമികൾ പോലും അതിൻ്റെ ആധാരം തങ്ങളുടെ കൈവശം വെച്ചുകൊണ്ട് കൈയൊതുക്കുവാനുള്ള മാർഗങ്ങളായിട്ടായിരുന്നു ഈ ജമ്മിമാരും മുതലാളിമാരും കടങ്ങൾ കൊടുത്തിരുന്നത്. ഇന്ന് ആ ചെറിയ അവസ്ഥ വികസിച്ചു വന്നുകൊണ്ട് ലോക സാമ്പത്തിക സംവിധാനങ്ങൾ, ബാങ്കുകൾ രാഷ്ട്രങ്ങൾക്കും ബഹുരാഷ്ട്ര കമ്പനികൾക്കും കടങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഇത്തരത്തിലുള്ള ചരടുകൾ കൊണ്ട് കെട്ടിയിടുന്നത് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രങ്ങളുടെയും കമ്പനികളുടെയും സ്വത്തുക്കൾ ഇത്തരത്തിലുള്ള നാണയ വിനിമയ ഏജൻസികൾ കൈയടക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ അടിമത്തത്തിലേക്ക് ഈ കമ്പനികളെയും രാഷ്ട്രങ്ങളെയും കൊണ്ടുവരുന്നു എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ യാതൊരു തരത്തിലും നിലനിൽക്കാൻ അവകാശമില്ലാത്ത, മനുഷ്യനെ മനുഷ്യന്റെ അടിമയാക്കാൻ പ്രേരിപ്പിക്കുന്ന, മനുഷ്യനെ കാണാച്ചരടുകളിൽ കെട്ടിയിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് കടം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കടത്തിന്റെ ഇരകളായി തീർന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യ ഭക്ഷണ പാനീയങ്ങളും വീടും യാത്രാ സൗകര്യങ്ങളും നമുക്കുണ്ടെങ്കിലും വീടും കുടുംബവും കഴിഞ്ഞു പോകാനുള്ള വക ചെറിയ തോതിൽ നാം ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും, അങ്ങനെയുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതോ ആയ കടങ്ങളുടെ ഇരകളായി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ. അല്ലാഹുവേ, കടങ്ങൾ അധികരിക്കുന്നതിൽ നിന്ന്
കടങ്ങൾ എന്നെ വന്ന് മൂടുന്നതിൽ നിന്ന്, എന്റെ ആസ്തിയെ എന്റെ കടം അതിജയിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ രക്ഷിക്കണമേ എന്നുള്ളതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ഒരാളും കടത്തോടുകൂടി മരിച്ചു പോകുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിഹാദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില സഹാബികൾ ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഒരാൾ നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു, രക്തസാക്ഷിയായി, എന്തായിരിക്കും അയാൾക്കുള്ള പ്രതിഫലം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, അദ്ദേഹത്തിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. അദ്ദേഹം രക്തസാക്ഷ്യം വരിച്ചത് കടത്തോടുകൂടിയാണെങ്കിൽ അല്ലാതെ, കടത്തോടുകൂടിയാണെങ്കിൽ പിന്നെ അയാളുടെ സ്വർഗത്തിന്റെ കാര്യം ഏറ്റെടുക്കുവാൻ, അതിന് ഗ്യാരണ്ടി നിൽക്കുവാൻ എനിക്ക് സാധ്യമല്ല. രക്തസാക്ഷ്യം വഹിച്ചു എന്നതുപോലും കടം നിൽക്കുകയാണെങ്കിൽ സ്വർഗം ലഭിക്കുന്നു എന്നതിനുള്ള ഗ്യാരണ്ടിയായി തീരുന്നില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചു, അയാൾ അല്ലാഹുവിങ്കലേക്ക് വിളിക്കപ്പെട്ടു, വീണ്ടും അയാൾ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു, വീണ്ടും രക്തസാക്ഷ്യം വഹിച്ചു, അല്ലാഹുവിലേക്ക് വിളിക്കപ്പെട്ടു, വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു, എന്നിട്ട് അദ്ദേഹം രക്തസാക്ഷ്യം വഹിച്ചു. അങ്ങനെ 3 പ്രാവശ്യം രക്തസാക്ഷ്യം വഹിച്ച ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് കടമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ രക്തസാക്ഷ്യം സ്വീകരിക്കുകയോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, എന്റെ സഹോദരന് കുറച്ച് കടമുണ്ട്, അദ്ദേഹം മരിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഹുവ മഹ്ബൂസും ബിദൈനി ഫഖ്ലി അൻഹു, അദ്ദേഹം ബന്ധിതനാണ് തന്റെ കടത്താൽ, കടം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ്, അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ, സ്വർഗത്തിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല, അദ്ദേഹം തന്റെ കടത്താൽ തടഞ്ഞുവെക്കപ്പെട്ടവനായി തീർന്നിരിക്കുകയാണ്. ഫഖ്ലി അൻഹു, അദ്ദേഹത്തിന് വേണ്ടി ആ കടം വീട്ടണം. അദ്ദേഹം പറഞ്ഞു, റസൂലേ, എല്ലാ കടങ്ങളും ഞാൻ വീട്ടാൻ ശ്രമിച്ചു, ഒരു 2 ദീനാറിന്റെ കടമുണ്ട്, ഒരു സ്ത്രീ പറയുന്നു അവർക്ക് അത് നൽകാനുണ്ടെന്ന്, എന്നാൽ അതിന് മതിയായ തെളിവുകൾ ആ സ്ത്രീ ഹാജരാക്കുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹത്തോട് പറഞ്ഞു, ആ 2 ദീനാറും കൂടി അങ്ങ് കൊടുത്തു തീർത്തേക്കൂ, ഒരു പക്ഷേ അവർ അതിന്റെ അവകാശിനിയായിരിക്കാം. അപ്പോൾ കടമുണ്ട് എന്ന് സംശയമുള്ള ഒരു കാര്യം പോലും കൊടുത്തു വീട്ടണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരനോട് നിർദ്ദേശിക്കുമ്പോൾ അതിന്റെ അർത്ഥമെന്ത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ള ഒരു സദസ്സിൽ മയ്യത്ത് നമസ്കാരം നടക്കുന്നുവെങ്കിൽ അതിന് നേതൃത്വം നൽകുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. റസൂൽ ചോദിച്ചു, അദ്ദേഹത്തിന് കടമുണ്ടോ? ആരോ പറഞ്ഞു, ഒരു 2 ദീനാർ കടമുള്ളതായി റിപ്പോർട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ സുഹൃത്തല്ലേ, നിങ്ങൾ അയാൾക്ക് വേണ്ടി നമസ്കരിച്ചുകൊള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. ഉടനെ അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ആ 2 ദീനാർ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഞാൻ വീട്ടിക്കൊള്ളാം. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വരികയും ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കടം വീട്ടുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മനുഷ്യന് കടം വാങ്ങേണ്ടതായി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങിയ സന്ദർഭമുണ്ട്. ധനം കടം വാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒട്ടകത്തെയോ കുതിരയെയോ ആളുകളോട് കടം വാങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടം എന്നത് ഹറാമായ ഒരു കാര്യമല്ല, അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കടം അനുവദനീയമാക്കുകയും മനുഷ്യൻ എപ്പോഴാണ് മരിക്കുക എന്ന് നേരത്തെ അള്ളാഹു അറിയിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കടത്തോടുകൂടി മരിച്ചു പോകാനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കടത്തോടുകൂടി ഒരുപക്ഷെ നമ്മൾ മരിച്ചുപോയി എന്ന് വന്നേക്കാം. എങ്കിലും ആ കടം നമ്മെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും അത് വീട്ടണം, അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിൽ നിന്ന് അത് വീട്ടി തീർക്കുകയും വേണം. ഖജനാവിൽ സ്വത്തുണ്ടെങ്കിൽ, പൊതുഖജനാവിൽ സ്വത്തുണ്ടെങ്കിൽ കടം വീട്ടുന്നതിന് അത് ഉപയോഗിക്കാം എന്ന് നമുക്കറിയാവുന്നതാണ്. സക്കാത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ കടം കൊണ്ട് വലഞ്ഞവരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് ശരിയാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, തന്റെ ഖജനാവിൽ അത്യാവശ്യം കാശ് വന്നു ചേർന്ന ഒരു ഘട്ടത്തിൽ റസൂല് പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിൻ, ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും അടുത്ത ആത്മമിത്രവും രക്ഷാധികാരിയും ഞാൻ തന്നെയാണ്. മിൻ നഫ്സിഹി, ഒരുപക്ഷേ ആ വിശ്വാസിയേക്കാൾ, സ്വന്തത്തെക്കാൾ ഞാനാണ് അവൻ ഏറ്റവും ബലപ്പെട്ടവൻ, ഏറ്റവും വേണ്ടപ്പെട്ടവൻ. ഫമൻ തറക ദൈനൻ ഫഅലയ്യ ഖളാഉ, ആരെങ്കിലും കടം ബാക്കിയാക്കിയിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അത് വീട്ടുക എന്നത് ഞാൻ എന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുന്നു. വമൻ തറക മാലൻ ഫലിവറസതിഹി, അവന്റെ കയ്യിൽ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അത് അയാളുടെ അനന്തരാവകാശികൾ ഉപയോഗിച്ചു കൊള്ളട്ടെ. ഉള്ള സ്വത്ത് അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുക്കുകയും ഉള്ള കടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സമ്പദ്ഘടന വളർന്നപ്പോൾ അത് ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ കടം എന്നത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു ദുരന്തമാണ്. എന്നാൽ അത് അനുവദനീയവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന കടങ്ങളൊന്നും തന്നെ ഈ അർത്ഥത്തിലുള്ള കടങ്ങളല്ല, സൃഷ്ടിക്കപ്പെടുന്ന കടങ്ങളാണ്, ഉണ്ടാക്കപ്പെടുന്ന കടങ്ങളാണ് എന്നുള്ളതാണ്. ആദ്യം ടിവിയുടെ പരസ്യം ധാരാളമായി നൽകി ടിവി നിങ്ങളെ കൊണ്ട് വാങ്ങിക്കുന്നു. അതിനുവേണ്ടി കടം നൽകുവാൻ ധാരാളക്കണക്കിന് ആളുകൾ ഹാജരായി നിൽക്കുന്നു. പിന്നീട് ആ ടിവി നോക്കിക്കൊള്ളും ബാക്കി കാര്യങ്ങൾ. നിങ്ങൾ എന്ത് സാധനം വാങ്ങണം, എന്തിനൊക്കെ കടം എവിടെ നിന്നൊക്കെ സംഘടിപ്പിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ ആ ടിവി പഠിപ്പിച്ചുകൊള്ളും എന്നുള്ളതാണ്. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ചങ്ങല പോലെ കോർത്തുവെച്ചുകൊണ്ട് ഒരു ശൃംഖലയുണ്ടാക്കിയിരിക്കുന്നു, കടത്തിൻ്റെതായിട്ടുള്ള ഒരു ശൃംഖല. ശൃംഖല എന്ന വാക്കിന്റെ അർത്ഥം ചങ്ങല എന്നാണ്. ആ ചങ്ങലക്കുള്ളിൽ ബന്ധിതനാണ് ഓരോ മനുഷ്യരും, അതുപോലെ തന്നെ നമ്മുടെ സമ്പദ്ഘടനയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. എന്നാൽ കടം കൊടുക്കുന്നതിനെക്കുറിച്ച് വളരെ നല്ല വാചകങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിനെ ഖർള് ഹസൻ എന്ന് ഉദാഹരിച്ചിട്ടുണ്ട്. അവിടെ ഉപമാനം, ഉദാഹരണം ഖർള് ഹസൻ എന്നതാണ്. അതുകൊണ്ട് പലിശയില്ലാത്ത കടത്തെ ഉറുദുവിൽ ഖർസ് ഹസൻ എന്ന് പറയാറുണ്ട്. ആ ഖർള് ഹസൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രചോദനം ലാഭമല്ല, ആർത്തിയല്ല. അതിന്റെ പ്രചോദനം മനുഷ്യസ്നേഹമാണ്, കാരുണ്യമാണ്, ചാരിറ്റിയാണ്. മനുഷ്യസ്നേഹത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഖർളുണ്ടല്ലോ, കടമുണ്ടല്ലോ, ആ കടം ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
1000 രൂപ ഞാൻ ഒരാൾക്ക് നൽകുമ്പോൾ 1100 അത് തിരിച്ചു കിട്ടും എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എന്റെ പ്രേരണ ലാഭമാണ്, ആർത്തിയാണ്. 1000 രൂപ ഞാൻ ഒരാൾക്ക് നൽകുമ്പോൾ എനിക്കൊരു ഛേദവുമില്ലാതെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നുവല്ലോ, എന്റെ ഒരു സമസൃഷ്ടത്തിന് ഇങ്ങനെ ഒരു ഉപകാരം ലഭിക്കുന്നുവെങ്കിൽ വളരെ നല്ല കാര്യമാണ് എന്ന് ഞാൻ വിചാരിച്ച് അതിൽ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നൽകുന്നുവെങ്കിൽ ആ ഖർള് വേറെയാണ്. അപ്പൊ കടത്തെ രണ്ടും രണ്ടായി നമ്മൾ വേർതിരിക്കണം. അതിന്റെ പ്രചോദനത്തിന്റെ വ്യത്യാസമനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യുഖ്രിളു മുസ്ലിമൻ ഖർളൻ മറത്തൈൻ. ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിന് 2 പ്രാവശ്യം കടം കൊടുക്കുന്നില്ല. ഇല്ലാ കാന കസദഖത്തിൻ മറ, ഒരു പ്രാവശ്യം സദഖ ചെയ്യുന്നത് പോലെ ആയിട്ടല്ലാതെ. 2 പ്രാവശ്യം ഒരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം അത്രയും സദഖ നൽകി ഒരു പ്രാവശ്യം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സദഖയുടെ പകുതി പ്രതിഫലം യഥാർത്ഥത്തിൽ ഈ ഖർള് ഹസനിന് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ ഇതിനേക്കാൾ മനോഹരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. റഅയ്തു ലൈലത ഉസ്രിയ ബി അലാ ബാബിൽ ജന്ന. ഞാൻ ആകാശാരോഹണം നടത്തിയിട്ടുള്ള ആ രാത്രിയുണ്ടല്ലോ, സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെക്കപ്പെട്ടതായി, മക്തൂബൻ എഴുതി വെക്കപ്പെട്ടതായി ഞാൻ കണ്ടു. അസ്സദഖതു ബിഅശ്രി അംസാലിഹ, സദഖ അതിനുള്ള പ്രതിഫലം 10 ഇരട്ടിയാണ്. വൽ ഖർളു ബി8 എന്നാൽ കടത്തിനുള്ള പ്രതിഫലം 18 ഇരട്ടിയാണ്. സദഖക്ക് 10 ഇരട്ടിയേ പ്രതിഫലമുള്ളൂ, എന്നാൽ കടത്തിന് 18 ഇരട്ടി പ്രതിഫലമുണ്ട്. ഫഖുൽതു യാ ജിബ്രീൽ, ഞാൻ ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, മാ ബാലുൽ ഖർൾ അഫ്ളലു മിനസ് സദഖ, എന്താണ് ഈ കടത്തിന്റെ കഥ? അത് സദഖയേക്കാൾ ഫളല് കൂടിയ, ശ്രേഷ്ഠത കൂടിയ ഒന്നാണോ? എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ലിഅന്ന സായില യസ്അലു ലാ യസ്അലു വഇൻദഹു, യസ്അലു വഇൻദഹു. യാചകൻ ഒരുപക്ഷേ അവന്റെ കയ്യിൽ ഉണ്ടായിക്കൊണ്ടു തന്നെ നിങ്ങളോട് ചോദിച്ചു എന്ന് വന്നേക്കാം. പലപ്പോഴും ഈ അങ്ങാടിയിലൂടെ നടക്കുന്ന യാചകരുണ്ടല്ലോ, അവരുടെ കയ്യിൽ ധനമുണ്ടാകും, അതവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാകും. ആ ശേഖരിച്ചു വെച്ച ധനത്തോടുകൂടി തന്നെ അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും. ഒരു പട്ടണ പ്രാന്തത്തിൽ നിന്ന് ഒരു ജഡം കണ്ടെടുത്തു. ആ ജഡം സാധാരണ പട്ടണവാസികൾക്ക് അറിയാവുന്ന ഒരാളുടെ ജഡമായിരുന്നു. കാരണം ശരീരത്തിൽ ആകെ വ്രണങ്ങളുമായി പൊട്ടിയൊലിച്ച് അങ്ങനെ ഈച്ചയാർത്തുകൊണ്ട് നടക്കുന്ന ഒരാൾ. ദയനീയ സ്ഥിതി കണ്ടാൽ ആരും സഹായിച്ചു പോകും. അങ്ങനെ സഹായിക്കും എല്ലാവരും. ഇദ്ദേഹത്തിന്റെ ജഡം കണ്ടെടുത്ത് ആരോ അത് കഴുകി വൃത്തിയാക്കി മറവ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. കാലിലും കയ്യിലുമുള്ള കെട്ടുകൾ എടുത്തു നോക്കുമ്പോൾ, അഴിച്ചു നോക്കുമ്പോൾ, ഓരോ ചുറ്റ് അഴിയും തോറും 100ന്റെയും 500ന്റെയും നോട്ടുകൾ ഈ ചുറ്റിനുള്ളിലും മടക്കി വെച്ചിരിക്കുകയാണ് നല്ല പാകത്തിൽ. അതിനു പുറമെ ശർക്കരയും മറ്റും തേച്ചുകൊണ്ടാണ് ഈച്ചയാർക്കുന്ന സ്വഭാവം ഉണ്ടാക്കിയത്. ഇവനും ആളോട് കാശ് ചോദിക്കുന്നു എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലിഅന്ന സായില യസ്അലു വഇൻദഹു, ഒരുപക്ഷേ യാചകൻ തന്റെ കയ്യിൽ ധനമുണ്ടായിട്ടും ചോദിച്ചു എന്ന് വരാം. വൽ മുസ്തഖ്രിദു ലാ യസ്തഖ്രിദു ഇല്ലാ മിൻ ഹാജ, എന്നാൽ കടം ആവശ്യപ്പെടുന്നവൻ ഒരാവശ്യത്തിനല്ലാതെ കടം ആവശ്യപ്പെടുന്നില്ല.
അതുകൊണ്ട് സദഖയേക്കാൾ പുണ്യമുള്ള ഒരു കാര്യമായിട്ട് ചില സന്ദർഭങ്ങളിൽ നല്ല കടം മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ വൽ മുസ്തഖ്രിളു ലാ യസ്തഖ്രിളു ഇല്ലാ മിൻ ഹാജ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരീക്ഷണം മാന്യമായ ഒരു സമൂഹത്തിൽ ധനമെന്താണെന്നും ധനത്തിന്റെ ക്രയവിക്രയം എന്താണെന്നും ഹക്കെന്താണെന്നും ബാത്തിൽ എന്താണെന്നും വേർതിരിച്ചറിയാവുന്ന ഒരു സമൂഹത്തിൽ മാത്രമായിരിക്കും ശരിയായി തീരുക. നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തിൽ കടത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി, കടത്തിന്റെ വ്യാപകമായ നിർമ്മാണത്തിനു വേണ്ടി ശൃംഖലകളും ചങ്ങലകളും മെനഞ്ഞുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ ഘടനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിരീക്ഷണം പ്രസക്തമല്ല. ഇവിടെ കടം ചോദിക്കുന്നത് ഒരു ഹാജത്തിന്, ഒരാവശ്യത്തിന് ആയിരിക്കുകയില്ല. അത്യാവശ്യത്തിനേ കടം ആളുകൾ ചോദിക്കൂ. ചിലപ്പോൾ ആവശ്യത്തിനും ചോദിച്ചെന്നിരിക്കും. എന്നാൽ ഇന്ന് ചിലപ്പോൾ ആവശ്യത്തിന്റെയും പുറത്തുള്ള കാര്യങ്ങൾക്കാണ് ആളുകൾ കടം ചോദിക്കുന്നതും വാങ്ങുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആവശ്യത്തിനല്ല കടം വാങ്ങുന്നതെങ്കിൽ, കടത്തിൽ എങ്ങനെയെങ്കിലും നമ്മൾ വല്ലാതെ വീണുപോവുകയാണെങ്കിൽ സാധാരണ പറയാറുണ്ട്, കടം പകൽ ഒരപമാനമാണ്, രാത്രി ഉറക്കം നഷ്ടപ്പെടുന്നതിന്റെ കാരണവുമാണ്. പകൽ അപമാനം, രാത്രി ഉറക്കിന്റെ നഷ്ടം. ഇതാണ് കടം നമുക്ക് നൽകുന്നത്. നമ്മിൽ പലരും ഈ അനുഭവം നേരിട്ടുള്ളവരാണ് എന്ന് ഞാൻ വിചാരിക്കും. എല്ലാ ബന്ധങ്ങളുടെയും ശത്രുവാണ് കടം എന്ന് പറയുന്നത്. കടം വാങ്ങിയാൽ സമയത്തിന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഫോൺ കോളുകൾ അവസാനിക്കും. ഇങ്ങോട്ട് വിളിക്കുന്നത് തിരിച്ചു വിളിക്കാൻ കഴിയില്ല. ഇങ്ങോട്ട് വിളിക്കുന്നതിന്റെ നമ്പർ നോക്കി മാത്രമേ അതെടുക്കാൻ കഴിയുകയുള്ളൂ. നേരെ കിഴക്കോട്ട് പോകേണ്ടത് വളഞ്ഞ് സഞ്ചരിക്കേണ്ടതായ ഗതി വരും. എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തമ്മിൽ കാണാൻ പറ്റാത്ത അവസ്ഥകൾ വരും. മനുഷ്യബന്ധങ്ങളെ മുറിച്ചുകളയുന്ന കത്രികയാണ്, മനുഷ്യബന്ധങ്ങളുടെ ശത്രുവാണ് യഥാർത്ഥത്തിൽ കടം എന്ന് പറയുന്നത്. ഈ കടം നമ്മൾ കരുതിയിരിക്കണം. കടം വാങ്ങിയ ആളുകളുടെ ബാധ്യതയാണ് വളരെ പെട്ടെന്ന് തന്നെ അത് വീട്ടുക എന്ന് പറയുന്നത്. കടം വീട്ടുവാൻ ഒരു താമസവും ഉണ്ടാകരുത്. കടം വീട്ടുവാൻ കടം വാങ്ങിയ ആളുകളെ അല്ലാഹു അനുഗ്രഹിക്കുമെന്നും, എന്നാൽ കടം വീട്ടുക എന്നത് ഒരു വലിയ ഗൗരവത്തിലെടുക്കാതെ കടം വാങ്ങിയിട്ടുള്ള ആളുകളെ അല്ലാഹു ശപിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വീട്ടുന്ന സന്ദർഭത്തിൽ അല്പം മെച്ചപ്പെടുത്തി വീട്ടുക എന്നാൽ അത് നല്ലൊരു കാര്യമായിട്ടേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. പലിശയെ സംബന്ധിച്ചുള്ള അടിക്കടി ആയത്തുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, ഇവിടുന്ന് ആളുകൾ ചിലപ്പോൾ ബ്രെഡും റൊട്ടിയും ചപ്പാത്തിയൊക്കെ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. ഇവിടെയുള്ള സമയത്ത് അവർ തിരിച്ചു തരികയും ചെയ്യും. ചിലപ്പോൾ കുറച്ച് തരും, ചിലപ്പോൾ കുറച്ച് കൂടുതൽ തരും. ഈ കടം കൊടുക്കുന്നത് ശരിയാണോ? അല്പം കൂടുതലുണ്ടെങ്കിൽ അത് വാങ്ങുന്നതിന് ശരിയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബസ്, ഇന്നമാ ദാലിക മിൻ മറാഫിഖിൻ നാസ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ മനുഷ്യന്മാർ തമ്മിലുള്ള മൃദുല സ്വഭാവത്തിന്റെ, പരസ്പര കാരുണ്യത്തിന്റെ, മനുഷ്യപ്പറ്റിന്റെ പ്രശ്നമാണത്. അതൊന്നും പലിശയുടെ കാര്യമൊന്നും അങ്ങോട്ട് ബാധകമാക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്ര കൂടി കൂട്ടിച്ചേർത്തു, ലാ യുറാദു ബിഹിൽ ഫളിൽ. എന്തെങ്കിലും റിബ കിട്ടണമെന്ന്, കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലോ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു കഴഞ്ചി ഉപ്പ് വാങ്ങിക്കൊണ്ടുപോയാൽ അത് 1.25 കഴഞ്ചി ആയി എന്ന് വന്നേക്കാം. ഒരു മുദ്ദ് മുന്തിരി വാങ്ങിക്കൊണ്ടു പോയാൽ അത് തിരിച്ചു തരുമ്പോൾ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി 1.25 മുദ്ദായി എന്ന് വന്നേക്കാം.
ഇതിലൊക്കെ എന്തിരിക്കുന്നു? അതൊക്കെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും പരസ്പരമായി ഉള്ള മനുഷ്യപ്പറ്റിന്റെയും പ്രശ്നമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനൊരു ചെറിയ ഒരു ഒട്ടകക്കുട്ടിയെ കടം വാങ്ങിയിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് കുറെ ഒട്ടകങ്ങളുണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു 6 വയസ്സൊക്കെ ആയ പൂർണ്ണ ഒട്ടകമേ എൻ്റെ കയ്യിലുള്ളൂ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു കൊടുക്കുന്നത് വലിയ ഒട്ടകമാണെങ്കിൽ അതൊരു കുഴപ്പമാകുമോ എന്ന് റസൂലിനോട് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഫഇന്ന ഹൈറക്കും അഹ്സനുക്കും ഖളാ, ഏറ്റവും നന്നായി കടം വീട്ടുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പോ കടം വീട്ടണം. വീട്ടുന്നത് അല്പം മെച്ചപ്പെടുത്തി വീട്ടുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതൊരു നിബന്ധനയാകുന്നതോ അത് മറ്റേ ആൾ ആഗ്രഹിക്കുന്നതോ ഒരിക്കലും ഗുണകരമായ കാര്യമല്ലെന്ന് മാത്രമല്ല, അള്ളാഹു നിരോധിച്ച പലിശ എന്ന ഇനത്തിൽ അത് ഉൾപ്പെട്ടു പോവുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല കടം കൊണ്ട് പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, കടം കൊണ്ട് വലയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. എന്തൊക്കെ കടങ്ങളാണോ ഉള്ളത് അത് വളരെ പെട്ടെന്ന് വീട്ടിക്കൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഇബാദില്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വളരെ കണിശമായി വസിയ്യത്ത് ചെയ്യുകയാണ്. 1-2 ദിവസമായി നല്ല മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാലവർഷം ദുർബലമായി എന്നതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യമായി ധാരാളമായി മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം ചില അസൗകര്യങ്ങൾ നമുക്കുണ്ടാകുമെങ്കിലും ആ അസൗകര്യങ്ങൾ ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും മഴയെ സന്തോഷത്തോടുകൂടി വരവേൽക്കാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കണം: പടച്ചവരെ, ഹൈറിൻ്റെയും ബർക്കത്തിൻ്റെയും മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ. മഴ ഒരിക്കലും ഫിത്നയുടെയും അദാബിൻ്റെയും നാശത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ശിക്ഷയുടെയും മഴയായിരിക്കരുതേ പടച്ചവനെ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും നമ്മിൽ നിന്നുണ്ടാകണം. പലപ്പോഴും നമ്മുടെ മുൻഗാമികൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്, പടച്ചവനെ, ഞങ്ങളുടെ മേൽ നീ മഴ വർഷിപ്പിക്കരുതേ, ഹവാലൈന, ഞങ്ങളുടെ ചുറ്റും നീ മഴ വർഷിപ്പിക്കണമേ. ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ, ഞങ്ങളുടെ പദ്ധതി പ്രദേശങ്ങളിൽ, ഞങ്ങളുടെ ഡാമുകളിൽ, എവിടെയൊക്കെയാണോ ഞങ്ങൾക്ക് ഉപകാരപ്രദമായി മഴ പെയ്യാൻ കഴിയുക അവിടെയൊക്കെ നീ ധാരാളമായി മഴ വർഷിപ്പിക്കണമേ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ചില ഖുതുബകളിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ മുസ്ലിം സമൂഹം ഏറ്റവും പ്രയാസകരമായ ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. കേരളവും കാശ്മീരും തമ്മിലും കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലും ബന്ധപ്പെടുത്തുവാനും എന്നിട്ട് കേരളത്തിലെ തീവ്രവാദികളുടെ ഒരു കേന്ദ്രം എന്ന് പ്രചരിപ്പിക്കുവാനുമുള്ള ശ്രമം ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിന് സഹായകമായിട്ടുള്ള ചില സംഗതികൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോണും കണ്ടെടുക്കലും വധിക്കപ്പെടലും അറസ്റ്റ് ചെയ്യലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തമായ ചിത്രം നമ്മുടെ മുമ്പാകെയില്ല. എന്താണ് സംഭവം? ആ സംഭവത്തിന്റെ പിന്നിലെ പ്രചോദനം എന്താണ്? ഇസ്ലാമിന്റെയോ മുസ്ലിം സമൂഹത്തിന്റെ താൽപര്യമാണ് ഇതിന് പ്രചോദനമായി വർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല. അറസ്റ്റ് ചെയ്യപ്പെടുകയും
വധിക്കപ്പെടുകയും ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങൾ പരിഗണിക്കുമ്പോഴും ഇസ്ലാമിക സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു വളർച്ച ഇതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പ്രചോദനമായി വർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സംഭവങ്ങൾ പോലീസ് വിശദീകരിക്കുന്നിടത്തും ഒരുപാട് വിടവുകളും പഴുതുകളുമുണ്ട്. മുൻ സംഭവങ്ങളെപ്പോലെ തന്നെ ചില കൂർത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലാണ് എല്ലാം അറേഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും നാം സമാധാനത്തിന് വേണ്ടിയും സ്വസ്ഥതയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക. നമ്മുടെ ലൈൻ വളരെ ഋതുവും വളരെ ഋജുവും ആണ് എന്ന് നാം ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെ രക്ഷിക്കുമാറാകട്ടെ. സമാധാനം പുലർന്നു കാണാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ നാടിനെയും നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെയും രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരേണമേ തമ്പുരാനെ. ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ തമ്പുരാനെ. ഈ പള്ളിയിൽ സ്ഥിരസാന്നിധ്യമായിരുന്ന അബ്ദുറഹ്മാൻ സാഹിബ് കല്ലായിലുള്ള അദ്ദേഹം ഈ ആഴ്ചയാണ് അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب سراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم